അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ചെടിയെക്കുറിച്ചുള്ള രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ നമുക്ക് പരിചയപ്പെടാൻ പോകുന്ന ചെടി സ്വീറ്റ് വില്യംസ് അല്ലെങ്കിൽ ഡയാന്തസ് ചൈനൻസിസ്, ഡയാന്തസ് ജാപ്പോണിക്കാസ് എന്നൊക്കെ പറയുന്ന ഡയാന്തസിനെ കുറിച്ചാണ്. ഡയാന്തസിന്റെ വേറൊരു ഫാമിലി മെമ്പർ ആയിട്ടുള്ള കാർണേഷൻ ചെടി നമ്മൾ കണ്ടിട്ടായിരിക്കും. കാർണേഷന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയാന്തസിന്റെ പോലത്തെ പൂക്കളായിരിക്കും, പക്ഷെ അതിൽ തെങ്ങിയിട്ട് ഇതളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഈ കാർണേഷൻ വളരെ ഭംഗിയുള്ള ചെടി കൂടിയാണ്. പക്ഷെ കാർണേഷൻ ഈ ഡയാന്തസിന്റെ അതേ ഫാമിലിപ്പെട്ട ഒരു ചെടി കൂടിയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കാർണേഷൻ കണ്ടിട്ട് ഡയാന്തസ് ആണ് തോന്നിപ്പോകും. പക്ഷെ രണ്ടും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്ന ചെടികൾ തന്നെയാണ്. ഡയാന്തസും കാർണേഷനും ഒക്കെ നമ്മൾ സാധാരണയായിട്ട് ഗാർഡനിൽ ചെയ്യുന്നത് ഒരു പോട്ടഡ് ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് ചെയ്യാനാണ് നമ്മൾ ഡയാന്തസ് ഒക്കെ ഉപയോഗിക്കുന്നത്. നല്ല രീതിയിൽ നമ്മൾ പോട്ടി മിശ്രിതമൊക്കെ ഇട്ടിട്ട് നമ്മൾ ഗാർഡനിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാലം നമുക്ക് നടത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് ഡയാന്തസ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ്. ഇതിന് വിത്തൊക്കെ അവൈലബിൾ ആണ്. ഓൺലൈനായിട്ടൊക്കെ നമുക്ക് വിത്ത് ലഭിക്കും, പല വെറൈറ്റി കളർ കിട്ടും. പിന്നെ ഇത് അടുത്തുള്ള നഴ്സറി പോയാൽ തന്നെ അവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ചെടികളിൽ ഒന്ന് ഡയാന്തസ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം എപ്പോൾ നോക്കിയാലും നമ്മൾ നഴ്സറി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഡയാന്തസിന്റെ ചെടി കാണാൻ പറ്റും. ഡയാന്തസിന് ചെറിയ വിലയൊക്കെ ഉള്ളൂ, ഏകദേശം 30 രൂപ മുതൽ അങ്ങോട്ട് ഉള്ള റേറ്റ് ഡയാന്തസിനുള്ളൂ. അതിൽ കൂടുതലൊന്നും ആരും ഡയാന്തസിന് മേടിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഡയാന്തസ് നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ചെടി കൂടിയാണ്, എളുപ്പത്തിൽ നടാൻ പറ്റും. നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയാന്തസിന് ഒരിക്കലും വെള്ളം കെട്ടി കിടക്കാൻ പാടില്ല. വെള്ളം കെട്ടി കിടന്നിട്ടുണ്ടെങ്കിൽ അടി ചീഞ്ഞു പോകും. അപ്പം ഡയാന്തസ് നടുമ്പോൾ അക്കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ചകിരിച്ചോറൊക്കെ അധികം മിക്സ് ചെയ്യാതെ ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ നമ്മൾ ലൻഡാനെ കുറിച്ച് പറഞ്ഞിരുന്നു. ലൻഡാനയ്ക്ക് അസിഡിറ്റി കൂടുതലുള്ള മണ്ണാണ് ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ ഡയാന്തസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡയാന്തസ് അസിഡിക് മണ്ണ് ഇഷ്ടമല്ല. അസിഡിക് മണ്ണാണെങ്കിൽ ഡയാന്തസ് പൂക്കാൻ ചെറിയ പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ആൽക്കലൈൻ മണ്ണാണ് ഡയാന്തസിന് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആൽക്കലൈൻ മണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുമ്മായൊക്കെ ഇട്ട് പരുവപ്പെടുത്തിയ മണ്ണിൽ നമ്മൾ ഡയാന്തസ് നടാം. അപ്പോൾ മണ്ണിന് പുളിപ്പുണ്ടെങ്കിൽ ഡയാന്തസിന്റെ ചെറിയ പ്രശ്നം കാണിക്കുന്നുണ്ട്. അക്കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഫുൾ സണ്ണാണ് ഈ ഡയാന്തസ് ഇഷ്ടപ്പെടുന്നൊരു കാര്യം. ഏകദേശം 6 മണിക്കൂറെങ്കിലും മിനിമം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡയാന്തസ് നന്നായിട്ട് പൂടുള്ളൂ. നമ്മൾ തണലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയാന്തസ് ഭയങ്കര കഷ്ടമായിട്ട് കിടക്കും, പിന്നെ നശിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ സണ്ണോ അല്ലെങ്കിൽ പാർഷ്യൽ സണ്ണോ 4 മണിക്കൂറെങ്കിലും നമ്മൾ സണ്ണ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ഡയാന്തസ് നടാൻ നോക്കുക. പിന്നെ ഡയാന്തസിനെ കുറിച്ചുള്ളൊരു നമ്മൾ രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയാന്തസ് ഈ പുറം രാജ്യങ്ങളിലൊക്കെ നമ്മൾ 1971 വരെ നമ്മൾ പുറം നാടുകളിലൊക്കെ ഡയാന്തസ് വൈൽഡായിട്ട് വളർന്ന ചെടിയായിരുന്നു. അപ്പോൾ ഈ ഡയാന്തസ് വൈൽഡായിട്ട് വളർന്നിട്ട് ചെടിയിൽ നിന്ന് വിത്ത് വീണിട്ട് മുളച്ച് വീണ്ടും ചെടി ഉണ്ടാകുന്നൊരു ചെടി തന്നെയായിരുന്നു ഡയാന്തസ്. പക്ഷേ ഡയാന്തസ് ആ ടൈമിലൊക്കെ ഡയാന്തസ് മുളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം 3 മാസം കൊണ്ട് അതിൻ്റെ ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കിയിട്ട് നശിച്ചു പോകും. അപ്പോൾ പിന്നീട് ഈ ചെടിയുടെ ഭംഗി കണ്ടിട്ട് അതിൻ്റെ ഫ്ലവറിങ് ഒക്കെ കണ്ടിട്ട് കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഹൈബ്രിഡൈസ് ചെയ്തിട്ട് പുതിയൊരു സ്പീഷീസ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് കാലം നിൽക്കുന്ന വെറൈറ്റി ഒക്കെ കിട്ടിയത് അതുകൊണ്ടാണ്. അതിനു മുമ്പുള്ള ചെടികൾ ആണ് ഇപ്പോഴെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 2 മാസം കൊണ്ട് അടുത്ത ചെടി അന്വേഷിച്ച് പോകേണ്ടി ഒരവസ്ഥ വന്നേനെ. ഹൈബ്രിഡൈസ് ചെയ്തതോടുകൂടിയാണ് ഇങ്ങനത്തെ ഒരു കാറ്റഗറിക്ക് നമുക്ക് ലഭിച്ചു തുടങ്ങിയത്. അങ്ങനെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് ചെടിയായിട്ട് നമ്മൾ വളർത്തില്ലായിരുന്നു. പിന്നെ എപ്പോഴും നമ്മൾ വളം ഇടുമ്പോൾ ഡയാന്തസിന് അധികമായിട്ട് ഓവറായിട്ട് നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. NPK ചെയ്യുകയാണെങ്കിൽ ഒരു 5-6 ആഴ്ച ഗ്യാപ്പ് ഇട്ട് കൊടുത്ത് ചെയ്താൽ മതി. പിന്നെ ഡയാന്തസിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ചില ഡയാന്തസിന്റെ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വിത്തുകൾ ഉണ്ടാവും, പക്ഷെ ചിലതിന് വിത്തുകൾ കാണില്ല. വിത്തുകൾ ഉള്ള ഡയാന്തസ് ആണ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെഡ് ഹെഡിങ് ചെയ്യണം. ഡെഡ് ഹെഡിങ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ചെടി വളർന്ന് വിത്തായി കഴിഞ്ഞാൽ അത് ഉണങ്ങി നശിച്ചു പോകും. പിന്നെ ഈ കോർണേഷനും ഈ ഡയാന്തസിനൊക്കെ വരുന്ന മെയിൻ പ്രശ്നമാണ് ഈ മൂടി ചെയ്യൽ. ചെടി ചിലപ്പോൾ നമ്മൾ ഓവറായിട്ട് വെള്ളം നനച്ചിട്ടില്ലെങ്കിലും അടി ഇങ്ങനെ പെട്ടെന്ന് ചീഞ്ഞിട്ട് അല്ലെങ്കിൽ ഉണങ്ങി പോകുന്നൊരു ഇത് കാണാറുണ്ട്. നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ ചെടി വാങ്ങി കൊണ്ടുവന്നിട്ട് നമ്മൾ വീട്ടിൽ പരിപാലിച്ച് നല്ല വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ടാവും, പക്ഷേ ചെടി പെട്ടെന്ന് ഒരു ദിവസം ഉണങ്ങി പോകുന്ന കാണാം. പക്ഷെ ഡയാന്തസും കോർണേഷനൊക്കെ ഇങ്ങനെ നശിച്ചു പോകാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഗൽ ഇതിനെ അറ്റാക്ക് ചെയ്യാറുണ്ട്. റൈസോപ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗലാണ് ഈ പ്രശ്നക്കാരൻ. അപ്പോൾ ഈ സംഭവം എവിടെന്നെങ്കിലും ഒരു തരി അതിന്റെ വിത്ത് നമ്മുടെ മണ്ണിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ സാധനത്തിനെ ആക്രമിച്ചിരിക്കും. അപ്പം നമ്മൾ ഈ ഡയാന്തസ് നടുമ്പോൾ നമ്മൾ ഫംഗലിന്റെ ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉള്ള ഹ്യൂമിഡിറ്റി ഉള്ള ഒരു ഏരിയയൊക്കെ ആണെങ്കിൽ നമ്മുടെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നടാൻ ഉപയോഗിക്കുന്ന മണ്ണ് നമ്മൾ വെയിലത്ത് വെച്ച് നന്നായിട്ട് വെയിൽ കൊള്ളിച്ച് പൊള്ളിക്കുക. അങ്ങനെ ചെയ്തിട്ട് ഈ ഫംഗലിന്റെ എല്ലാ വിത്തുകളും അതിൽ കിടന്ന് നശിച്ചു പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം വരില്ല. മറിച്ച് നമ്മൾ നേരിട്ട് മണ്ണ് ഇങ്ങനെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടി ചീഞ്ഞ് പോയിട്ട് ഈ കോർണേഷനും ഡയാന്തസൊക്കെ നശിച്ചു പോകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. റൈസോക്റ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗലാണ് ഈ പ്രശ്നക്കാരൻ. അപ്പം അതിന് നമ്മൾ ട്രീറ്റ്മെന്റൊന്നും ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ ആന്റി ഫംഗലൊന്നും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെടി രക്ഷപ്പെടുത്താൻ പറ്റില്ല. കാരണം ഈ ചെടിയുടെ തണ്ട് വളരെ സോഫ്റ്റ് ടിഷ്യൂ ആണ്. അപ്പോൾ പെട്ടെന്ന് ആക്രമണം വന്നിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ ഡൗൺ ആയി പോകും. ആക്രമണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ചെടി എടുത്തിട്ട് വേഗം തീയിലിട്ട് നശിപ്പിക്കുക.
ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. പിന്നെ ആ മണ്ണെടുത്ത് നല്ല പൊരി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കുക. ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഇപ്പം അതിലൊന്നും ചെയ്യാനില്ല. അപ്പം ചെടിക്ക് ആക്രമണം വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ചെടികൾക്ക് ബാധിക്കാതെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഈ ഫംഗൽ ഇൻഫെക്ഷൻ മാത്രമേ നമുക്ക് ഈ ചെടീന് വരുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. വെള്ളം പോകുന്ന രീതിയിൽ നമ്മൾ പോട്ടി മിശ്രിതമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നടാനും. ചരിച്ചോളൊന്നും ഡാൻഡസ് വല്ലാതെ നടരുത്. വെള്ളം നനച്ചു കൊടുക്കേണ്ട സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മണ്ണ് അല്പം ഡ്രൈ ആയി വരുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സമയത്ത് മാത്രം നമ്മൾ ഡാൻഡസിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശേഷം ഡ്രൈ ആകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഡാൻഡസ് നന്നായിട്ട് പൂക്കുന്നതായിട്ടും കാണാറുള്ളത്. പിന്നെ ഡാൻഡസിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് വെറൈറ്റീസ് ഡാൻഡസ് ഉണ്ട്. ഈ പിങ്ക് കളറിൽ കാണുന്ന ഡാൻഡസ് ഒക്കെ ഡാൻഡസ് ചൈനൻസിസ് പറഞ്ഞ കാറ്റഗറിയാണ്. അത് നമുക്ക് ഏകദേശം ഒരു വർഷമൊക്കെ ആ ഡാൻഡസ് കാറ്റഗറി നമുക്ക് കിട്ടുള്ളൂ. ഒരു വർഷം കഴിഞ്ഞാൽ ആ ഡാൻഡസ് നശിച്ചു പോകും. അത് നമ്മൾ എങ്ങനെ നമ്മൾ ഡെഡ് ഹെഡിങ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഡാൻഡസ് കാറ്റഗറി അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഷെഡാർ കോട്ടേജ്, ഗ്രാസ്പിൻസ്, ഡാൻഡസ് പ്ലമേറിയ, ഡാൻഡസ് ഗ്രാഷിയാനോ, പൊളിറ്റിനോസ്, പിന്നെ ഡാൻഡസ് അർമേറിയ, ആ കാറ്റഗറി ഡാൻഡസ് എല്ലാം ഒരു 3 മുതൽ 4 വർഷം വരെ നമുക്ക് കിട്ടും. കാരണം ആ ഡാൻഡസ് ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ ഈട് നിൽക്കുന്ന ഒരു കാറ്റഗറി, ഒരു സ്പീഷീസ് ആണ്. അതുകൊണ്ട് അങ്ങനത്തെ ഡാൻഡസ് വെച്ച് നമ്മളെ ഗാർഡനിൽ നട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാലം ആ ഡാൻഡസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കോമൺ ഡാൻഡസ് അല്ലെങ്കിൽ സ്വീറ്റ് വില്യംസ് പറഞ്ഞ സാധനം ഡാൻഡസ് ബർബാറ്റോസ് ആണ്, എല്ലാവരും കണ്ടിട്ടാവും. അത് ഏകദേശം ഒരു 2 വർഷം വരെ നമുക്ക് ആ ചെടി കിട്ടും. പിന്നെ ഡാൻഡസ് ആൾവുഡ് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്. 12 മാസം ഒരു 14 മാസം കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് ഡാൻഡസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഡാൻഡസ് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നന്നായിട്ട് പരിപാലിക്കുക. ഡാൻഡസിന്റെ ഏത് കാറ്റഗറി ആണെന്നൊന്നും നോക്കണ്ട. ഡാൻഡസ് നല്ല രീതിയിൽ പരിപാലിച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് ഡാൻഡസ് കിട്ടും. നന്നായിട്ട് പൂടും, നന്നായിട്ട് നമുക്ക് കണ്ണിന് നല്ല കുളിർമ നൽകുന്ന ഒരു ചെടി കൂടിയാണ് ഡാൻഡസ്. ഈസി ആയിട്ട് വളർത്താൻ പറ്റും. വളം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പച്ചക്കറികളെ കുറിച്ചും അടുക്കളത്തോട്ടത്തിനെ കുറിച്ചുള്ളൊരു വീഡിയോ വരുന്നുണ്ട്, നമുക്ക് അത് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക, തീർച്ചയായും ഞാൻ മറുപടി തരുന്നതാണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കയറുന്നതെങ്കിൽ, ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴാണ് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് അറിയിപ്പായിട്ട് മൊബൈൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് തന്നെ വീഡിയോ പോയി കാണാൻ പറ്റും. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.